നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഇന്ന് നമ്മുടെ നാട്ടിൽ ചെറിയൊരു സ്കാൻഡൽ ഉണ്ടായാൽ തന്നെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ബ്രേക്കിംഗ് ന്യൂസ്, യൂട്യൂബ് റോസ്റ്റിംഗ്, വാട്സാപ്പ് ഫോർവേഡുകൾ, ഒരു ദിവസം കൊണ്ട് ആ ഒരു വ്യക്തിയുടെ ഇമേജ് പപ്പടം പോലെ പൊടിയും. എന്നാൽ ഇതൊന്നും അല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നോ നമുക്ക്? സോഷ്യൽ മീഡിയ പോയിട്ട് ഒരു പത്രം പോലും സാധാരണക്കാരന്റെ കയ്യിൽ എത്താതിരുന്ന 1905 കേരളം, അവിടെ യാതൊരു പവറുമില്ലാത്ത വീടിന്റെ ഇരുട്ടറകളിൽ മാത്രം ജീവിച്ചിരുന്ന സാധാരണ പെൺകുട്ടി, അവൾ വിചാരിച്ചാൽ ഒരു നാട്ടിലെ ഏറ്റവും വലിയ വിഐപികളെ ഒറ്റയടിക്ക് താഴെ ഇറക്കാൻ പറ്റുമോ? ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയുടെ കഥ പോലെ നമുക്ക് തോന്നിയേക്കാം, അല്ലേ? പക്ഷേ ഇത് സിനിമയല്ല. നമ്മുടെ കേരള ചരിത്രത്തിൽ ശരിക്കും നടന്ന, സമൂഹത്തിലെ ഉന്നതന്മാരെ മുഴുവൻ വിറപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ വലിയ സ്കാൻഡലാണെന്ന് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ചരിത്രകഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം 100 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കണം. ഒരു സിനിമാ കഥയേക്കാൾ വലിയ ട്വിസ്റ്റുകളാണ് ഈ കഥയിലുള്ളത്. ഒരു സമുദായത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ, കൊച്ചി മഹാരാജാവിനെ പോലും ഭയപ്പെടുത്തിയ കുറിയടത്ത് താത്രിയുടെ കഥ, കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ സദാചാര വിചാരണയുടെ കഥ. വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കണം, കാരണം ക്ലൈമാക്സ് നിങ്ങളെ ഞെട്ടിക്കും. നമ്മുടെ ഇന്നത്തെ കേരളമല്ല 100 വർഷം മുമ്പത്തെ കേരളം. പ്രത്യേകിച്ച് അക്കാലത്തെ നമ്പൂതിരി ഇല്ലങ്ങളിലെ സീനെന്ന് പറയുമ്പോൾ അത്ര ശരിയായിട്ടുള്ള ഒരു സംഭവമായിരുന്നില്ല. ഫുൾ പവർ ആണുങ്ങൾക്കാണ്. സമ്പത്ത്, അധികാരം, ഭൂമി എല്ലാം അവരുടെ കൈകളിലാണ്. പിന്നെ ഇല്ലത്തെ സ്വത്ത് ഭാഗം വെച്ച് പോകാതിരിക്കാൻ വേണ്ടി അന്നൊരു നിയമം തന്നെ ഉണ്ടായിരുന്നു. കുടുംബത്തിലെ മൂത്ത നമ്പൂതിരിക്ക് മാത്രമേ സ്വന്തം സമുദായത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന്. ഇതിനെ വേളി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, കുടുംബത്തിലെ ബാക്കി ആണുങ്ങളോ? ഇളയ സഹോദരന്മാർക്ക് സ്വന്തം സമുദായത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ അവകാശമില്ലേ എന്ന്. പകരം അവർക്ക് നായർ, അമ്പലവാസി തുടങ്ങിയ സമുദായത്തിലെ സ്ത്രീകളുമായിട്ട് സംബന്ധം പുലർത്താം. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്പൂതിരി സമുദായത്തിലെ പെൺകുട്ടികൾ, അവരെ അന്തർജനം എന്നാണ് നമ്മൾ ആ സമയത്ത് വിളിച്ചിരുന്നത്. അവരെ കല്യാണം കഴിക്കാൻ ചെക്കന്മാരെ കിട്ടാത്ത അവസ്ഥയായി. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മൂത്ത മകന് മാത്രമേ വേളി കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് ചെക്കന്മാരെ കിട്ടുക? അപ്പോൾ സ്വാഭാവികമായും സമുദായത്തിലെ പെൺകുട്ടികൾ ബാക്കിയാകും. അന്ന് ഇതിനൊരു സൊല്യൂഷനായിട്ട് അവർ ചെയ്തത് എന്താണെന്നറിയാമോ? ശൈശവ വിവാഹം. ചിലപ്പോൾ 10-12 വയസ്സുള്ള പെൺകുട്ടികളെ 60-70 വയസ്സുള്ള അപ്പൂപ്പന്മാരുടെ പ്രായമുള്ള കാരണവർക്ക് കെട്ടിച്ചു കൊടുക്കും. ഒരു നമ്പൂതിരിക്ക് 3-4 ഭാര്യമാർ കാണും. ഈ പെൺകുട്ടികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജനിച്ച അന്നു മുതൽ ഇല്ലത്തിന്റെ അകത്താണ് അവരുടെ ജീവിതം. പുറത്തിറങ്ങണമെങ്കിൽ ശരീരം മുഴുവൻ മൂടി പുതച്ചും, പിന്നെ മുഖം മറയ്ക്കാൻ പനയോല കൊണ്ടുള്ള വലിയൊരു മറക്കുടയും നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇവരെ അന്തർജനങ്ങളെന്ന് വിളിച്ചിരുന്നത്. അകത്ത് മാത്രം ജീവിക്കുന്നവർ. ഒരു അന്യപുരുഷന്റെ മുഖത്ത് നോക്കാൻ പാടില്ല, ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, വെളിച്ചം പോലും കാണാത്ത, ഏതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത, ലൈംഗികമായും മാനസികമായും കടുത്ത പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ. അത്രയ്ക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു ആ സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അവരുടെയൊക്കെ ഈ ഒരു അടിച്ചമർത്തലിൻ്റെയും ലൈംഗിക ചൂഷണത്തിൻ്റെയും ഒക്കെ ഒരു പ്രഷർ കുക്കറിലേക്കാണ് നമ്മുടെ കഥാനായികയുടെ ജനനം. മധ്യ കേരളത്തിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലെ കൽപ്പാശ്ശേരി ഇല്ലത്ത് അഷ്ടമൂർത്തി നമ്പൂതിരിയുടെയും സാവിത്രി അന്തർജനത്തിൻ്റെയും മകളായിട്ടാണ് സാവിത്രി ജനിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ അതിസുന്ദരിയായിരുന്നു അവർ. വെറും സൗന്ദര്യം മാത്രമല്ല, നല്ല ബുദ്ധിശക്തിയും സംഗീതത്തിലും പുരാണങ്ങളിലും നല്ല അറിവുള്ള ഒരു കുട്ടിയും കൂടിയായിരുന്നു സാവിത്രി. പക്ഷേ കാലം അവൾക്ക് കാത്തുവച്ചിരുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു. അക്കാലത്ത് പതിവ് പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ സാവിത്രിയുടെ വിവാഹവും കഴിഞ്ഞു. കൊച്ചിയിലെ പ്രശസ്തമായ കുറിയടത്തെ ഇല്ലത്തെ രാമൻ നമ്പൂതിരിയായിരുന്നു ഭർത്താവ്. പിന്നെ അവരുടെ വിവാഹശേഷമാണ് സാവിത്രി താത്രി എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയത്. അടുത്തിനി നമുക്ക് ഭർത്താവ് കുറിയടത്തെ രാമൻ നമ്പൂതിരി ആരാണെന്ന് അറിയണ്ടേ? പുള്ളിക്കാരൻ അത്ര നല്ലൊരു ക്യാരക്ടറൊന്നും ആയിരുന്നില്ല. നല്ല പണവും പ്രതാവുമുള്ള ഇല്ലത്തെ കാരണവരാണ്. പക്ഷേ ഒരു ഒന്നൊന്നര സ്ത്രീലമ്പടൻ. സ്വന്തം ഭാര്യയെ തീരെ മൈൻഡ് ചെയ്യാതെ കുറേയേറെ അവിഹിതങ്ങളും സംബന്ധങ്ങളുമായി നടന്ന ഒരു മനുഷ്യൻ. താത്രിയെ അയാൾക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു. അവരെ മാനസികമായി എപ്പോഴും തളർത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു അയാളുടെ ഒരു മെയിൻ ഹോബിയായിട്ട് കൊണ്ട് നടന്നിരുന്നത്. ഒരു വശത്ത് യൗവനത്തിലുള്ള സൗന്ദര്യമുള്ള കഴിവുള്ള താത്രി, മറുവശത്ത് തിരിഞ്ഞു നോക്കാത്ത ഭർത്താവ്. താത്രിക്ക് ഇതിലും വലിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. താൻ എന്തിനാണ് ഈ ഒരു ഇരുട്ടറയിൽ കിടന്ന് നരകിക്കുന്നതെന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. തന്നെ അവഗണിച്ച ഭർത്താവിനും ആണുങ്ങൾക്കും എന്തുവാകാം, പക്ഷേ സ്ത്രീകൾ മിണ്ടാൻ പാടില്ല എന്നുള്ള ആ ഒരു സമുദായ വ്യവസ്ഥിതിയോടുള്ള ഒരു റിവഞ്ച് കൂടിയായിരുന്നു പിന്നീട് സംഭവിച്ചതെല്ലാം. അങ്ങനെ പതിയെ പതിയെ താത്രി നിയമങ്ങൾ തെറ്റിക്കാൻ തുടങ്ങി. ഇരുട്ടറയുടെ വാതിലുകൾ അവർ രഹസ്യമായി തുറന്നു. രഹസ്യങ്ങൾ അധികകാലം ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ താത്രിക്ക്. അന്യപുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന നാട്ടിൽ പാട്ടായി. കഥകൾ കൊട്ടിഘോഷിക്കപ്പെട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഭർത്താവായ രാമൻ നമ്പൂതിരിയെയാണ്. വേറെ ആരുമല്ല, സ്വന്തം ഭർത്താവ് തന്നെയാണ് കൊച്ചി മഹാരാജാവിനോട് പോയി പരാതി പറഞ്ഞത്. എൻ്റെ ഭാര്യ പിഴച്ചുപോയി, അവളെ വിചാരണ ചെയ്യണമെന്നും.
അങ്ങനെയാണ് ആ ഒരു പ്രശസ്തമായ സ്മാർത്ത വിചാരം ആരംഭിക്കുന്നത്. എന്താണ് ഈ സ്മാർത്ത വിചാരം? ആധുനിക കോടതികളിൽ IPC 497 പോലുള്ള ഒരു ക്രിമിനൽ കേസ് ആയിരുന്നില്ല ഇത്. മറിച്ച് നമ്പൂതിരി സമുദായങ്ങളിലെ സ്ത്രീകൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന സദാചാര ലംഘനങ്ങളെ വിസ്തരിക്കാൻ സമുദായം തന്നെ നടത്തിയിരുന്ന ഒരു സമാന്തര നീതിന്യായ വ്യവസ്ഥയായിരുന്നു ഇത്. ഇതിന് കൃത്യമായ ഒരു 6 ഘട്ടങ്ങളുണ്ട്. ഇത് ഭീകരമായ ഒരു പ്രോസസ്സാണ്. 1. ദാസി വിചാരം. ആരോപണ വിധേയയായ അന്തർജനത്തിന്റെ തോഴിയെ ആദ്യം ചോദ്യം ചെയ്യും. അടുത്ത രണ്ടാമത്തത് 5ാം പുരയിലാക്കൽ. അതായത് ദാസി കുറ്റം ശരിവെച്ചാൽ പ്രതിയെ ഇല്ലത്തെ പ്രധാന മുറികളിൽ നിന്ന് മാറ്റി ഒരു പ്രത്യേക മുറികൾ, അതായത് ഒരു ജയിൽ പോലുള്ള മുറിയിലേക്ക് മാറ്റും. അടുത്തത് 3ാമത്തത് രാജാവിൻ്റെ അനുമതി. വിചാരണ നടത്താൻ കൊച്ചി മഹാരാജാവിൻ്റെ പെർമിഷൻ വാങ്ങാം. 4ാമത് സ്മാർത്ത നിശ്ചയിക്കൽ. സ്മാർത്തൻ അഥവാ ന്യായാധിപനെ നിശ്ചയിക്കൽ. 5ാമത്തത് ചോദ്യം ചെയ്യൽ. സ്മാർത്തൻ പ്രതിയെ ചോദ്യം ചെയ്യും. ഇത് പ്രതി കുറ്റം സമ്മതിക്കുന്നത് വരെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം തുടരും. 6ാമത്തത് സ്വരൂപം ചൊല്ലൽ. അതായത് കുറ്റം സമ്മതിച്ചാൽ താനുമായി ബന്ധപ്പെട്ട പുരുഷന്മാരുടെ പേരുകളും അവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളും പ്രതി പറയണം. കൊച്ചി മഹാരാജാവ് രാമവർമ്മയുടെ നിർദ്ദേശപ്രകാരം ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. വിചാരണയ്ക്കായി താത്രിയെ തൃശ്ശൂരിനടുത്തുള്ള എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി. സ്മാർത്തനായി നിർദ്ദേശിക്കപ്പെട്ടത് സമുദായത്തിലെ അതികായകനായ ഒരു പണ്ഡിതനെയായിരുന്നു. തുടക്കത്തിൽ താത്രി ഒന്നും മിണ്ടിയില്ല. എന്തു ചോദിച്ചാലും മൗനം. പക്ഷേ ചോദ്യം ചെയ്യലിന്റെ പ്രഷർ കൂടി വന്നപ്പോൾ, ഉറക്കമില്ലാത്ത, ഭക്ഷണം പോലും കൃത്യമായി കിട്ടാതെ വന്നപ്പോൾ താത്രി ഒരു തീരുമാനമെടുത്തു. ഒരു ഫൈനൽ ഡിസിഷൻ. ഞാൻ കുറ്റം സമ്മതിക്കാം, പക്ഷേ ഞാൻ മാത്രം എന്തിനാണ് അനുഭവിക്കുന്നത്? എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ശരീരം ആസ്വദിച്ച സകല ആണുങ്ങളെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും. അതൊരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ഒരു പ്രതികാരത്തിന്റെ തുടക്കം. പിന്നെ നടന്നത് കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ ട്വിസ്റ്റാണ്. വിചാരണ ദിവസങ്ങളല്ല, 6 മാസമാണ് നീണ്ടുപോയത്. താത്രി സ്വന്തം സ്വരൂപം ചൊല്ലാൻ തുടങ്ങി. അതായത് ഓരോരുത്തരുടെയും പേര് പറയാൻ തുടങ്ങി. ആ പേരുകൾ കേട്ട് സ്മാർത്തനും രാജപ്രതിനിധികളും വിചാരണ നടത്തിയ പണ്ഡിതൻ വരെ ശരിക്കും വിറച്ചുപോയി. കാരണം ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് വെറും സാധാരണക്കാരല്ല, ആ നാട്ടിലെ ഏറ്റവും വലിയ VIP കളായിരുന്നു ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ ലിസ്റ്റ് നിങ്ങൾക്ക് കേൾക്കണോ? സമുദായത്തിലെ ഏറ്റവും വലിയ ആദരണീയരായ വേദപണ്ഡിതന്മാർ, കൊട്ടാരവുമായി അടുത്ത ബന്ധമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, നായർ തറവാടുകളുടെ കാരണവന്മാർ, എന്തിനേറെ പറയുന്നു കലാരംഗത്തെ അതികായകനായ കാവുങ്കൽ ശങ്കരപ്പണിക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആ പട്ടികയിൽ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 65 പേരുടെ ലിസ്റ്റ്. ചില ചരിത്ര രേഖകൾ പറയുന്നു 66ാമനായി തൻ്റെ സ്വന്തം ഭർത്താവായ കുറിയേടത്തെ രാമൻ നമ്പൂതിരിയുടെ പേരും താത്രി പറഞ്ഞിരുന്നു എന്നാണ്. കാരണം ഋതുവാകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഭർത്താവ് താനുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് അവർ വാദിക്കുന്നുണ്ട്. അന്നത്തെ സമുദായ നിയമപ്രകാരം അത് വലിയൊരു കുറ്റം തന്നെയായിരുന്നു. പക്ഷേ വെറുതെ പേര് പറഞ്ഞാൽ സ്മാർത്തൻ വിശ്വസിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവിടെയാണ് താത്രി തൻ്റെ മാസ്റ്റർ ബ്രെയിൻ പുറത്തെടുത്തത്. താത്രിയുടെ മെമ്മറി പവർ കണ്ട രാജാവ് വരെ ഞെട്ടിപ്പോയെന്നതാണ് ചരിത്രം. ഓരോരുത്തരും വന്ന ദിവസം, സമയം, അവർ സംസാരിച്ച കാര്യങ്ങൾ, അവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ എല്ലാം താത്രി എണ്ണി എണ്ണി പറഞ്ഞു. കൂടുതൽ തെളിവുകൾക്കായി സ്മാർത്തൻ ചോദിച്ചു, ഇരുട്ടത്ത് വന്നവരെ നീ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന്. ഏതൊരു സങ്കോചവുമില്ലാതെ ഓരോരുത്തരുടെയും ശരീരത്തിലെ രഹസ്യ അടയാളങ്ങൾ തുറന്നു പറഞ്ഞു. ഒരാളുടെ തുടയിലെ മറകം, മറ്റൊരാളുടെ നെഞ്ചിലെ കാക്കപ്പുള്ളി. ഒരു പുരുഷൻ ഇരുട്ടത്ത് വന്നപ്പോൾ താൻ അയാളുടെ ശരീരത്തിൽ നഖം കൊണ്ട് വരഞ്ഞ പാടുണ്ടെന്ന് വരെ താത്രി പറഞ്ഞു. കേട്ട് നിന്നവർക്ക് വരെ തല കറങ്ങി പോകുന്ന നിമിഷം. പിന്നീട് ഓരോരുത്തരെയും വിളിച്ചു വരുത്തി ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ താത്രി പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി സത്യമാണെന്ന് തെളിഞ്ഞു. പിന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഫോണോ റെക്കോർഡിംഗ് ഡിവൈസുകളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരു ഇരുട്ട് റൂമിൽ കിടന്നുകൊണ്ട് 65 പേരുടെയും കൃത്യമായ ഡീറ്റെയിൽസ് തലച്ചോറിൽ സേവ് ചെയ്തു വെച്ച ആ ഒരു ബ്രില്യൻസ്, അത് ഒരു ഒന്നൊന്നര പകപോക്കൽ തന്നെയായിരുന്നു. 65 പേരുടെ പേര് കഴിഞ്ഞപ്പോൾ മഹാരാജാവ് പെട്ടെന്ന് ഇടപെട്ട് വിചാരണ നിർത്താൻ പറഞ്ഞു എന്നതാണ് കേട്ടുകേൾവി. കാരണം ഇനിയും ആ ഒരു വിചാരണ തുടർന്നാൽ കൊട്ടാരത്തിലുള്ള മഹാരാജാവിൻ്റെ ഏറ്റവും അടുത്ത ചിലരുടെ പേര് കൂടി ആ പെൺകുട്ടി പുറത്തു പറയുമെന്ന് രാജാവിന് പേടിയുണ്ടായിരുന്നുവെന്ന് ചിലർ ഇപ്പോഴും വിശ്വസിക്കുന്നു. 1905 ജൂലൈ മാസത്തിൽ കേരളത്തെ പിടിച്ചുകുലക്കി ആ ഒരു വിചാരണ അവസാനിച്ചു. വിധി പ്രഖ്യാപിച്ചു. താത്രിയെയും അവർ പേര് പറഞ്ഞ 65 ഉന്നതരായ പുരുഷന്മാരെയും സമുദായത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചു. അതിനെയാണ് ഭ്രഷ്ട് എന്ന് പറയുന്നത്. ഈ ഭ്രഷ്ട് എന്നത് എന്താണെന്നറിയാമോ? സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ പിന്നെ അവർക്ക് അവിടേക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ല. അവരെ ജീവനോടെ മരിച്ചവരായി കണക്കാക്കപ്പെടും. സ്വന്തം കുടുംബാംഗങ്ങൾക്ക് പോലും ഒന്ന് കാണാനോ സംസാരിക്കാനോ അവകാശമില്ല. ജീവിച്ചിരിക്കെ തന്നെ അവർക്ക് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യും. വലിയ വലിയ ഇല്ലങ്ങളിലെ കാരണവന്മാരും പ്രമാണിമാരും ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് തെരുവിലായി. ഉടുത്ത തുണിയോടെ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. പണവും പ്രതാവും ഒക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതായി. അതിനുശേഷം താത്രിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും കൃത്യമായ അറിവില്ല. അതൊരു വലിയൊരു മിസ്റ്ററി തന്നെയാണ്. കൊച്ചി സർക്കാർ അവർക്ക് ജീവിക്കാൻ ചെറിയൊരു തുക നൽകി ചാലക്കുടി ഭാഗത്തേക്ക് നാട് കടത്തിയെന്ന് പറയപ്പെടുന്നു. സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പലരെയും പോലെ താത്രിയും ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്തു മതം സ്വീകരിച്ചു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. അതല്ലെങ്കിൽ അവർ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ അജ്ഞാതയായി ജീവിച്ചു മരിച്ചു എന്ന കഥകളുണ്ട്.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അവർ അവസാന കാലത്ത് കഴിഞ്ഞിരുന്നു എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും താത്രി പിന്നീട് ചരിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയിരുന്നു. മറുവശത്ത് ഭ്രഷ്ടാക്കപ്പെട്ട 65 പുരുഷന്മാരുടെ ജീവിതവും ദുരിതപൂർണം തന്നെയായിരുന്നു. സമൂഹത്തിലെ ഉയർന്ന പദവികളിൽ നിന്ന് വീണ അവർ പലരും നാട് വിട്ടു. ചിലർ മതം മാറി, മറ്റു ചിലർക്ക് ഭ്രാന്ത് പിടിച്ച് അജ്ഞാതരായി ജീവിച്ചു മരിച്ചു. കുറിയേടത്ത് താത്രിയുടെ സ്മാർത്ഥ വിചാരം കേവലം ഒരു അവിഹിത കേസിന്റെ വിസ്താരം മാത്രമായിരുന്നില്ല. അതൊരു വലിയൊരു സാമൂഹിക മാറ്റത്തിന്റെ, കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ തുടക്കം തന്നെയായിരുന്നു. ആ ഒരു സംഭവം ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്നാണ് നമ്പൂതിരി സമൂഹത്തിലെ യുവാക്കൾ ശരിക്കും ഉണർന്നത്. ആ ഒരു അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ അവർ നമ്പൂതിരി യോഗക്ഷേമ സഭ രൂപീകരിച്ചു. VT ഭട്ടതിരിപ്പാടിനെ പോലുള്ള നവോത്ഥാന നായകന്മാർ സമുദായത്തിലെ പരിഷ്കാരങ്ങൾക്കായി രംഗത്തിറങ്ങി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയത് ഇത്തരം അനീതികളായിരുന്നു. താത്രി ഒരു ഇരയായിരുന്നോ അതോ ഒരു വ്യവസ്ഥിതിയോട് പൊരുതിയ ധീരയായ ഒരു സ്ത്രീയായിരുന്നോ എന്ന ചോദ്യം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അവരെ അടിച്ചമർത്തിയ ആ ഒരു അന്ധമായ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ പതറാതെ തന്നോടൊപ്പം വ്യവസ്ഥിതിയുടെ കാവലാളായ പുരുഷന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന താത്രി അറിയാതെയാണെങ്കിൽ കേരളത്തിലെ ആദ്യകാല ഫെമിനിസ്റ്റ് ഐക്കണുകളിൽ ഒരാളായി മാറി എന്നതാണ് പല ചരിത്രകാരന്മാരും വിലയിരുത്തുന്നത്. സമുദായത്തിന്റെ കപട സദാചാരത്തിന്റെ മുഖംമൂടി വലിച്ചു കീറാനും ഇരുട്ടറയിൽ കിടന്ന ഒരുപാട് സ്ത്രീകൾ പുറത്തു വരാനും പരോക്ഷമായി കാരണമായത് താത്രിയുടെ ആ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് കുറിയേടത്ത് താത്രിയുടെയും കേരളം കണ്ട ഏറ്റവും വലിയ സ്മാർത്ഥ വിചാരണയുടെയും യഥാർത്ഥ ചരിത്രം. ഒരുപക്ഷെ അന്ന് താത്രി ആ ഒരു ധൈര്യം കാണിച്ചില്ലായിരുന്നു എങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രം ഇന്ന് മറ്റൊന്നാകുമായിരുന്നു.